ഹായ് ഡിയേഴ്സ്, ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉണക്കലരി കൊണ്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ്. ഇത് മട്ടയുടെ ഉണക്കലരിയാണ്. ഒരു അര ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ഗ്ലാസ്സാണ്, 3/4 ഗ്ലാസ് ഉണ്ട് ഇതിൽ. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കാം. കൂടെ തന്നെ കുറേ അധികം ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും നെയ്യുമാണ് എടുത്തിട്ടുള്ളത്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 3/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. പച്ചരി ആയതുകൊണ്ട് ധാരാളം വെള്ളം വേണം. നല്ലപോലെ കല്ലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല നാടൻ അരിയാണ്, പവിഴത്തിൻ്റെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നെയ്യും ചെറിയ ഉള്ളിയും കൂടി ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ബലം നൽകും. അത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നല്ല പോലെ നമുക്ക് നല്ല മണം വരുന്നത് വരെ, ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. തീ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് നാളികേരം വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ അത് അടപ്പ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ കഞ്ഞി കുറുകി വന്നിട്ടുണ്ട്. ഇതിന് പടപ്പക്കഞ്ഞി എന്നും കൂടി പേരുണ്ട്. ഇതിൻ്റെ ചോറ് പടപ്പച്ചോറെന്ന് അറിയപ്പെടുന്നു. ഇനി കുറച്ച് കഞ്ഞി എടുത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ നെയ്യിൻ്റെ എല്ലാ അംശവും ഉള്ളിയുടെ ഈ ഒരു ഈർപ്പവും ഈ കഞ്ഞിയിലേക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കഞ്ഞിയാണ്. 7 ദിവസം ഔഷധക്കഞ്ഞി കുടിച്ച ശേഷം പിന്നെ ഈ കഞ്ഞിയാണ് കുടിക്കാറ്. നല്ല ഒരു സ്വാദും ഗുണവുമുള്ള കർക്കിടകക്കഞ്ഞി. പാകത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. കുറുകി വരുമ്പോൾ കുറച്ചും കൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നല്ല രുചിയാണ് ഈ കഞ്ഞിക്ക്. ഒപ്പം തന്നെ ചേനയുടെ ഇല തോരനും.